ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് അത്താഴത്തിന് നമുക്ക് കഴിക്കാനായിട്ട് അപ്പം സ്റ്റൂ ആണ് കേട്ടോ. ഇവിടെ ഒരാൾ രാവിലെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ബാക്കി വരുന്ന അപ്പത്തിന് മാവെടുത്ത് വെച്ചേക്ക്, രാത്രി നമുക്ക് അപ്പവും സ്റ്റൂ ആക്കാന്നുള്ളത്. വേറെ ആരുമല്ല കേട്ടോ, എൻ്റെ കെട്ടിയൻ തന്നെ. അങ്ങനെ എന്തായാലും ചിക്കനൊക്കെ ഞാൻ അങ്ങ് വെള്ളത്തിലിട്ടു. പിന്നെ ഈവനിങ് കഴിക്കാനായിട്ട് ഉഴുന്നുവട ഉള്ളിവടയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നല്ല എരിവുള്ളൊരു ചട്നിയും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. കൂടെ തന്നെ നല്ലൊരു കട്ടനും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നേരെ സ്റ്റൂവിൻ്റെ പരിപാടിയിലോട്ടങ്ങ് കടന്നു കേട്ടോ. അങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുത്തു. അങ്ങനെ സ്റ്റൂ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവനും ഇച്ചുവിനും ചിക്കൻ ഫ്രൈ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ചിക്കൻ എടുത്ത് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ ആ സമയം കൊണ്ട് അറ്റ ഇവിടെ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കിയിട്ടോ. സ്റ്റൂ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതാ നല്ല അടിപൊളി സ്റ്റൂ ഒക്കെ അറ്റ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാം റെഡിയായി. എനിക്ക് ബാക്കി ഒന്നിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പത്തിൻ്റെ ആയാലും ഇടിയപ്പത്തിൻ്റെ ആയാലും നമ്മൾ കുറച്ച് ഇടിയപ്പം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി ഒന്നിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കാനായിട്ടങ്ങ് ഇരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ അപ്പം കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പവും നല്ല സ്റ്റൂവും അതിൻ്റെ കൂടെ ഒരു ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ ഞാൻ നന്നായിട്ട് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ചിക്കൻ ഫ്രൈ ആയാലും സ്റ്റൂ ആണെങ്കിലും ഒക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സ്റ്റൂ ഉണ്ടാക്കിയത് അറ്റയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അറ്റയുടേതായിട്ടുള്ള ഒരു രീതിയിലാണ് ഈ സ്റ്റൂ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞാനൊരു ഇടിയപ്പം കൂടെ ട്രൈ ചെയ്ത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. അതെല്ലാം നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. കൂടെ തന്നെ ഒരു കോഫിയും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡിന്നർ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.